കോഴിക്കോട് മാങ്കാവിലാണ് സ്വകാര്യ ബസ്സിന് തീ പിടിച്ച് ഒരു അപകടമുണ്ടായത്. കോഴിക്കോട് ടൗണിൽ നിന്ന് പെരുമണ്ണയിലേക്ക് പോകുന്ന, അതായത് പന്തീരങ്കാവ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായിരുന്നു. അതിനിടയിലാണ് പുക ഉയരുന്നത് കാണുന്നതും ശേഷം ബസ് ഈ സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നതും പിന്നാലെ തീ പിടിക്കുകയായിരുന്നു. ഇത് ഈ CNG ഇന്ധനത്തിൽ ഓടുന്ന സ്വകാര്യ ബസ്സാണ്. 6 സിലിണ്ടറുകളോളം ഈ ബസ്സിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യാത്രക്കാരൊക്കെ ഉടൻ തന്നെ പുറത്തിറങ്ങുകയും അവരെ സുരക്ഷിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ നമുക്കൊപ്പം ശരിയാണ്. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ഫ്രണ്ടിൽ തീ പാളിട്ടാ. അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് അടിച്ച് ജനങ്ങളെ ചാനിലോടാണ് വണ്ടി, അപ്പോൾ പുറത്തേക്ക് വേഗം ജനങ്ങളെ ഇറക്കി. അത് പുക വരുന്നത് കണ്ടതായിരുന്നു. പുകയല്ല, തീയാ വന്നത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ജനങ്ങളെ വേഗം സേഫ്റ്റിയാക്കി പുറത്തിറക്കി പറഞ്ഞയച്ച്. പിന്നെ പറഞ്ഞ് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുക, കേടുന്നില്ല. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ച് വേറെ രക്ഷയില്ല. പിന്നെ ജനങ്ങൾ അങ്ങോട്ടും വിട്ടുക്കാൻ പറയും, റോഡ് ബ്ലോക്കാക്കാൻ പറഞ്ഞു. എന്താ ശരിക്കും സംഭവിച്ചത്? എന്താ ലീക്കായതേക്ക് പറയാം. പെട്ടെന്ന് തീ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജനങ്ങളെ സേഫ്റ്റി ആക്കാണ്ടത്. അപ്പോൾ തന്നെ കുറേ പേരുണ്ടായിരുന്നു. ചാനിലോടാ വണ്ടി ഫുൾ ആൾക്കാരെ നിൽക്കില്ലായിരുന്നു. അവരെ പെട്ടെന്ന് തന്നെ ഇറക്കാൻ പറ്റിയോണ്ട് കഴിച്ചില്ല. പിന്നെ എയർ ഡോർ അങ്ങോട്ട് ഡോർ അടഞ്ഞാൽ ഒന്നും ഇറക്കാൻ കഴിയില്ല. അതിനുമ്പോൾ ജനങ്ങൾ സേഫ്റ്റി ആക്കി കൊടുത്ത് അപ്പം തന്നെ അവരൊക്കെ പുറത്തു പോയി. അതിന് ശേഷമായിരുന്നു പെട്ടെന്ന് തീ പിടിച്ചത്. വല്ലാതെ അപ്പത്തും തീ വരുന്നുണ്ട്. പിന്നെ അമ്മ പുക നിറഞ്ഞു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാതെ ഇവിടെ കിടത്താനൊന്നും കഴിയില്ലല്ലോ പുക. ബസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ബസ് പൂർണ്ണമായും ഏതായാലും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഗ്യാസ് ലീക്കാകുന്നത് തടയാനുള്ള ശ്രമങ്ങളാണ് അത് ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. പുക ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ഉയരുന്നുണ്ട്. അത് കെടുത്താനുള്ള ഒരു ശ്രമം കൂടി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. നിലവിലേതായാലും ആർക്കും പരിക്കുകളൊന്നുമില്ല. യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.